പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? പിണറായി വിജയൻ തന്നെ തീരുമാനിച്ചു. നല്ല കിഡിലോസ്കി പാർട്ടി. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഒന്നുകൂടി വായിക്കാം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചു. ആരാ തീരുമാനിച്ചത്? ആരാ അങ്ങനെ തീരുമാനമെടുത്തത്? അത് പിണറായി വിജയൻ തന്നെ. നല്ല കിഡിലോസ്കി പാർട്ടി. ആര് പറയുന്നു? രാഹുൽ മാങ്കൂട്ടം. രാഹുല് ഓരോന്നും ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. പരമപുച്ഛം. വിജയനോടും വിജയന്റെ അടിമകളോടുമുള്ള പരമപുച്ഛം. ആ പരമപുച്ഛം രാഹുൽ അങ്ങനെ വാരി വിതറുകയാ. തന്നെ വേട്ടയാടിയതിനുള്ള കണക്ക് അയാള് ഇടക്കിടക്ക് ഇങ്ങനെ കുത്തി നോവിക്കുന്നുണ്ട്. വേണ്ട രീതിയിൽ അയാൾക്ക് മതിയാവുവോളം അയാളത് കുത്തി നോവിച്ചു കൊണ്ടേയിരിക്കും. കഴിഞ്ഞ ദിവസവും രാഹുല് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോയിൽ രാഹുൽ പറയുന്നുണ്ടായിരുന്നു, താൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് തന്നെ വേട്ടയാടിയത് എന്ന്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് തന്നെ വേട്ടയാടിയത് എന്ന്. അപ്പോൾ താൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തന്നെ വേട്ടയാടിയതാണ് എന്ന് അയാൾക്കുറപ്പുള്ള കാലത്തോളം അയാൾ പരിഹാസങ്ങളും പുച്ഛങ്ങളും വാരി വിതറൂലേ? എന്തെങ്കിലും തർക്കമുണ്ടോ? ഇനി അങ്ങനെ ആവാതിരിക്കണമെങ്കിലോ അതിന് രാഹുൽ അല്ലാതിരിക്കണം. രാഹുലാണെങ്കിൽ അയാൾ ചെയ്തതൊക്കെ കിട്ടിയതൊക്കെ പലിശയടക്കം അയാൾ തിരിച്ചു കൊടുത്തിരിക്കും. അതാണല്ലോ പ്രകൃതം, അല്ലേ? അപ്പോൾ രാഹുലിൻ്റെ ഒരു കുറിപ്പാണ് ഇതിപ്പോൾ. പിണറായി വിജയനെ CPM കേരളത്തിലെ അവരുടെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു എന്നുള്ള വാർത്തയോടുള്ള ഒരു പ്രതികരണമാണ്. കൃത്യമായിട്ട് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ കേട്ടതുപോലെ കോൺഗ്രസിനാണെങ്കിൽ തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട്, ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് ഉണ്ട്, നിലപാടുകളും അഭിപ്രായങ്ങളും കേൾക്കാൻ ഹൈക്കമാൻഡ് ഉണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആകെയുള്ളത് പിണറായി വിജയനാ. ഈ പിണറായി വിജയൻ കാരനാണ് ഇപ്പം ഇങ്ങനെ ഒരു ഭൂലോക തോൽവി. ഈ തോൽവിക്ക് കാരണക്കാരൻ എന്താ? ഈ തോൽവിക്ക് എന്താ ഒരു കാരണം? പിണറായി വിജയനാണ് കാരണം. പിണറായി വിജയൻ കാരണമാണ് ഇത്രയും വലിയ ഒരു തോൽവി, ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ പിണറായി വിജയനെ മാറ്റി നിർത്താൻ പറ്റുമോ? എന്താ പറ്റാത്തത്? തോൽവി അല്ലാതിരുന്നിട്ടാണോ? അല്ലെ പരാജയം അറിയാഞ്ഞിട്ടാണോ മാറ്റി നിർത്താൻ പറ്റാത്തത്? അല്ലെങ്കിൽ പിണറായി വിജയന് ഈ പറയുന്ന വലിയ വിജയമായത് കൊണ്ടാണോ മാറ്റി നിർത്താൻ പറ്റാത്തത്? അല്ല, പിണറായി വിജയൻ തികഞ്ഞ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തേ മാറ്റി നിർത്താത്തത്? മാറ്റി നിർത്താൻ, മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? അതിനൊറ്റ കാരണമേ ഉള്ളൂ. കാരണം വിജയൻ രാജാവാണ്, ഉള്ളതൊക്കെയോ അടിമകളാ. അടിമകൾക്ക് രാജാവിനോട് പറയാൻ പറ്റുമോ? രാജാവേ മാറി നിൽക്കണം പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിലും ഇനി ഒരു പേരിനുള്ള പോളിറ്റ് ബ്യൂറോ ആണെങ്കിലും ഒക്കെ രാജാവ് തീരുമാനിച്ചതാ, രാജാവിൻ്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ രാജാവിനോട് അടിമകൾക്ക് വന്ന് മാറി നിൽക്കണം എന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ? അഭ്യർത്ഥിക്കാൻ പറ്റുമോ? ആവശ്യപ്പെടൽ പോട്ടെ, അങ്ങനെ ഒന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അടിമകളെയാണ് രാജാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ പിണറായി വിജയൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കേരളത്തിൽ ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയാത്ത ഒരു വലിയ നേട്ടം. അതാണ് പിണറായി വിജയൻ എന്തുണ്ടാക്കി? പാർട്ടിയെ വളർത്തിയോ? ഇല്ല, പാർട്ടിയെ തകർത്തു. എന്തിന്? അടിമകളെ ഉണ്ടാക്കാൻ. അടിമകളെ ഉണ്ടാക്കാൻ ഞാൻ ശരിക്കും വിചാരിച്ചത് എന്തെന്നറിയോ? ഒരു 5 വർഷക്കാലം കൂടി പിണറായി വിജയന് തന്നെ കിട്ടണമായിരുന്നു. ഒരു 5 വർഷക്കാലം കൂടി പിണറായി വിജയന് തന്നെ കിട്ടണമായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും അതെന്തിനാന്ന് വെച്ചാൽ വേരോടെ ഈ വർഗം തന്നെ എരിഞ്ഞടങ്ങാൻ, ഒരു കനൽ തരി പോലും ബാക്കിയാവാതിരിക്കാൻ ഒരു 5 വർഷം കൂടിയും കൊടുക്കണമായിരുന്നു. അപ്പം നമുക്ക് ഒരു കാര്യം കൂടിയും പറയായിരുന്നു. ഏത്? ഇപ്പോൾ പഴയ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയൊക്കെ അവിടെ വന്ന് പൊറോട്ട അടിക്കുന്നതും പാത്രം കഴിയുന്നുണ്ടല്ലോ. അവരെന്താ പറയുന്നത്? ബംഗാൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ 30 വർഷം ഭരിച്ച ബംഗാൾ ഉണ്ടായിരുന്നു. അതുപോലെ
നമുക്കും പറയാം എന്ത്, ഞങ്ങൾ ജീവിച്ച കേരളമുണ്ടായിരുന്നു എന്ന് നമുക്കും പറയായിരുന്നു. എവിടെ നിന്നൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ യു പിയിലായിരിക്കും, അല്ലെങ്കിൽ കശ്മീരിലായിരിക്കും, അല്ലെങ്കിൽ വല്ല വകുപ്പുണ്ടെങ്കിൽ ദുബൈയിലായിരിക്കും, ഖത്തറിലായിരിക്കും, സൗദിയിലായിരിക്കും, അമേരിക്കയിലായിരിക്കും, ലണ്ടനിലായിരിക്കും. അവിടെയൊക്കെ ഇരുന്നിട്ട് മലയാളിക്ക് പറയായിരുന്നു ഞങ്ങളൊക്കെ ജീവിച്ച കേരളമുണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൂടി അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർത്ത് കട്ടം പടം മടക്കി നമ്മുടെ കയ്യിൽ തരുമായിരുന്നു വിജയൻ. അത് കൂടി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ചിന്ത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ബംഗാളിലെ മുഖ്യമന്ത്രി വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മമതാ ബാനർജിക്കെതിരെയാണ് മത്സരിച്ചത്, വിജയിച്ച് ബംഗാളിലെ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി എന്താ പറഞ്ഞത്? മമതയെ തോൽപ്പിക്കാൻ എൻ്റെ ഭൂരിപക്ഷം എനിക്ക് സമ്മാനിച്ചത് അവിടെ ഉണ്ടായിരുന്ന CPM-കാരായിരുന്നു എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമില്ല. ഈ രാജാവ് കുറേ അടിമകളെ ഉണ്ടാക്കി വെച്ചു അല്ലേ? അതിലേറ്റവും മൂത്ത അടിമ അതാണ് കോവിന്ദൻ. മൂത്ത അടിമയെ പിടിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം. അതെന്തിനാ? പിന്നെ ചോദ്യങ്ങളൊന്നും വേറെ ഇനിയിപ്പോൾ അടിമയല്ലാത്ത ഏതെങ്കിലും ഒന്നുമില്ല, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ എന്തെങ്കിലും നിർഭാഗ്യവശാൽ അടിമയല്ലാത്ത ആരെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി അവൻ അടിമയല്ലാത്തവനായിപ്പോയാൽ എന്താ പ്രശ്നം? അത് ശരിയല്ല, ഇത് ശരിയല്ല, എന്തേ അങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കും എന്നുള്ള ഒരു ചിന്താഗതി, ഭയമെന്നൊന്നല്ല ഞാൻ പറയുന്നത്, എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് കോവിന്ദൻ മൂത്ത അടിമയെ പിടിച്ച് അവിടെ ഇരുത്തി. എന്നാ കോവിന്ദനോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെ പരമപുച്ഛം, എല്ലാവരോടും പുച്ഛം, എല്ലാവരോടും ധാർഷ്ട്യം, എല്ലാവരും എന്തോ ഒരു മോശക്കാരാണെന്നുള്ള ഒരു മെൻറ്റാലിറ്റി അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പയ്യന്നൂരിൽ മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ സഖാവ്, തളിപ്പറമ്പിൽ മത്സരിച്ച TK ഗോവിന്ദൻ മാഷ്, അവരോടൊക്കെ കോവിന്ദൻ്റെ നിലപാടെന്തായിരുന്നു? പരമപുച്ഛം അതായിരുന്നു അവരോടൊക്കെ ഉള്ള നിലപാട്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? തളിപ്പറമ്പിൽ ഈ മൂത്ത അടിമ കോവിന്ദൻ്റെ ഭാര്യ ശ്യാമള 8 നിലയിൽ പൊട്ടി. TK ഗോവിന്ദൻ മാഷ് വിജയിച്ചു. ഇനി പയ്യന്നൂരിലെ ഇവരുടെ ഈ പറയുന്ന രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയിട്ട് നക്കുന്ന ഒരു ചങ്ങാതി ഉണ്ട്. ആ ചങ്ങാതി 8 നിലയിൽ പൊട്ടി. അവിടെയും കുഞ്ഞികൃഷ്ണ സഖാവ് വിജയിച്ചു. അപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് കുഞ്ഞികൃഷ്ണ സഖാവിനോടും തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ മാഷോടും ഈ മൂത്ത അടിമയായിട്ടുള്ള കോവിന്ദന് പരമപുച്ഛായിരുന്നു. അപ്പോൾ ആ കോവിന്ദനെ പാർട്ടി സെക്രട്ടറിയുടെ സ്ഥാനത്തിരുത്തിയതാരാ? രാജാവാണ്. ആ രാജാവ് രാജാവ് അവിടെ കോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുത്താൻ കണ്ട യോഗ്യത എന്തായിരുന്നു? ഏറ്റവും യോഗ്യതയുള്ള, ഏറ്റവും എഫിഷ്യൻ്റായിട്ടുള്ള, ഏറ്റവും ടാലൻ്റുള്ള അടിമ. ഏറ്റവും ടാലൻ്റുള്ള പാർട്ടിക്കാരനെന്നല്ല, ഏറ്റവും ടാലൻ്റുള്ള സഖാവ് എന്നല്ല, ഏറ്റവും ടാലൻ്റുള്ള അടിമ. അടിമകളുടെ കൂട്ടത്തിൽ 100% അതായിരുന്നു ഗോവിന്ദൻ. ആ മാനദണ്ഡമായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കസേരയിൽ. അതെന്തിനാന്ന് ചോദിച്ചാൽ, പാർട്ടി ആകുമ്പോൾ ചിലപ്പോൾ ചോദിക്കലും പറച്ചിലൊക്കെ ഉണ്ടാവും. പാർട്ടിയുടെ രീതിയിലാണെങ്കിൽ, പാർട്ടിയുടെ വഴിയിലാണെങ്കിൽ, പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്കുള്ളിലാണെങ്കിൽ പിണറായി വിജയൻ്റെ പ്രവർത്തികളോട് ചോദ്യങ്ങൾ ഉയരും. എന്നാലോ പാർട്ടിയെ പിണറായി വിജയൻ്റെ ചട്ടക്കൂടിലേക്ക് മാറ്റിയാലോ പിന്നെ ചോദ്യങ്ങളില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത്. ഈ പാർട്ടിയെ ഇത്ര വലിയ തോൽവിയിലേക്ക് എത്തിച്ച പിണറായി വിജയൻ തന്നെ എന്താണ് പ്രതിപക്ഷ നേതാവ്. അതാണ് രാഹുൽ പറഞ്ഞത്. ആരാണ് നിയമിച്ചത്, ആരാണ് തീരുമാനിച്ചത്? അത് പിണറായി വിജയൻ. ആരാണ് പ്രതിപക്ഷ നേതാവ്? അതും പിണറായി വിജയൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തതാരാ? അതും പിണറായി വിജയൻ. എല്ലാം പിണറായി വിജയൻ. പാർട്ടിയോ? അതും പിണറായി വിജയൻ. കമ്മ്യൂണിസമാണോ? അല്ല. മാർക്സിസമാണോ? അതുമല്ല. പിന്നെ എന്താണ്? വിജയനിസമാണ്.
വിജയൻ സേനകളാണ്, കേഡർ സഖാക്കളാണോ? അല്ല. പിന്നെ എന്താണ്? വിജയൻ അടിമകൾ. ഈ വിജയൻ അടിമകളുടെ പ്രത്യേകത എന്താ? ഈ വിജയൻ അടിമകൾ ഒരു കാലത്ത് കേഡർ സഖാക്കളായിരുന്നു. ഇപ്പൊ അവരാരാണ്? ഇപ്പൊ അവര് സംഘാക്കളാണ്. പാർട്ടി വിജയനിസമായി മാറിയപ്പോ വിജയൻ സഖാവ് ഒരു പുതിയ അവതാരത്തെ പ്രതിഷ്ഠിച്ചു. അതാരാണ്? RSSന്റെ ആചാര്യൻ ശ്രീഎം. ഈ ശ്രീഎമ്മിനെ അവരോധിച്ചിട്ട് വിജയൻ രാജാവ് RSSന്റെ ആചാര്യനോട് പറഞ്ഞു, ഇതാ ഈ കാണുന്ന കൂട്ടമൊക്കെ പാർട്ടി കേഡർമാരാണ്, കേഡർ സഖാക്കളാണ്. ഇവരെ എന്താക്കണം? ഇവരെ RSSകാരാക്കി കൺവേർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അതിന് വേണ്ടത് എന്താ? അതിന് വേണ്ടതൊക്കെ കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള സഹായങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യും. നിങ്ങൾ ഏൽപ്പിച്ച പണിയെടുത്താൽ മതി. ശ്രീഎം എന്താക്കി? വേണ്ട രീതിയിൽ പണിയെടുത്തു. കേഡർ സഖാക്കളെ സംഘാക്കളാക്കി മാറ്റി. സംഘികളെന്ന് ഞാൻ പറയില്ല, സഖാവെന്നും ഞാൻ പറയില്ല. പിന്നെ എന്താക്കി? സംഘാക്കളാക്കി മാറ്റി. മനസ്സിലായില്ലേ? അപ്പോൾ പാർട്ടിയെ അങ്ങനെ ഒന്നായിട്ട് വിജയൻ രാജാവ് വിഴുങ്ങി, അല്ലേ? വിജയൻ രാജാവ് വിഴുങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? മകളെ പിടിച്ചിട്ട് പാർട്ടിയുടെ പഴയ കേഡറായിരുന്ന ഒരു പഴയ കേഡർ ഇപ്പോഴത്തെ സംഘാവിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് എന്താക്കി? ആ സംഘാവിനെ ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തി. സംഘാവ് ആദ്യമായിട്ട് നിയമസഭയിലെത്തിയപ്പോൾ നിയമസഭയിൽ മന്ത്രി കസേര നൽകി. വിജയൻ വിഴുങ്ങി, പാർട്ടിയെയും വിഴുങ്ങി, പാർട്ടിയുടെ ആശയങ്ങളെയും പാർട്ടിയുടെ കേഡർ സഖാക്കളെയും എല്ലാവരെയും വിഴുങ്ങി. ഇപ്പോൾ പിണറായി വിജയന് LDFന്റെ പ്രതിപക്ഷ നേതാവ്. കേൾക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്, അല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആരാ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചേ? വിജയൻ. ആരാ പ്രതിപക്ഷ നേതാവ്? അതും വിജയൻ. എല്ലാം വിജയൻ. പാർട്ടി വിജയൻ. പാർട്ടിയില്ല. ഇപ്പം എന്താ ഉള്ളത്? വിജയനും വിജയൻ്റെ അടിമകളും, രാജാവും രാജാവിൻ്റെ അടിമകളും. അതാണിപ്പോൾ നിലവിലുള്ളത്.